അമ്മേ ശരണം ദേവി ശരണം, ചെറ്റുളങ്ങര അമ്മേ ശരണം, അമ്മേ ശരണം ദേവി ശരണം, കൊടുങ്ങല്ലൂർ അമ്മേ ശരണം. ചെറ്റുളങ്ങരയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് 4 കരനാഥന്മാർ കൊടുങ്ങല്ലൂരെത്തി ഉപാസിച്ച് ഭഗവതിയുടെ പ്രീതി നേടുകയും അമ്മ ചെറ്റുളങ്ങരയിൽ വന്ന് വസിക്കുകയും ചെയ്തതായിട്ടാണ് ഐതിഹ്യം. ചെറ്റുളങ്ങര ഭഗവതിയുടെ ഉത്സവ ആദി അടിയന്തരങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം 1 വർഷത്തെ ചടങ്ങുകൾക്ക് ശേഷം മൂലസ്ഥാനമായിട്ടുള്ള കൊടുങ്ങല്ലൂരേക്ക് 13 കരകളുടെയും നാഥന്മാർ ആചാരപരമായിട്ടുള്ള പിടിപ്പണ സമർപ്പണത്തിനും ഭഗവതിയെ കാണുവാനുമൊക്കെയായിട്ട് എത്തുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു ആചാരമാണ് ഇന്നിവിടെ നടന്നത്. 13 കരകളിൽ നിന്നുള്ള കരനാഥന്മാരും ക്ഷേത്രത്തിൻ്റെ സംബന്ധി അവകാശം ഉള്ള വ്യക്തിയും ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധിയും ഉൾപ്പെടുന്ന സംഘം എല്ലാ വർഷവും ഇതേപോലെ ഭഗവതിയുടെ ഉത്സവ അടിയന്തരങ്ങൾക്ക് ശേഷം എത്തി കാഴ്ച സമർപ്പണം നടത്തുകയും അതോടൊപ്പം തമ്പുരാന് കാഴ്ച ദ്രവ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്ത മഹനീയമായിട്ടുള്ള ആചാരമാണ് ഇവിടെ നടന്നത്. ഭഗവതിയുടെ അനുഗ്രഹത്തിന് മൂലസ്ഥാനത്തിലെത്തി കരകളുടെ പ്രതിനിധികൾ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളത് 2006 ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ പ്രകാരം അത് വർഷങ്ങളായിട്ട് തുടർന്ന് വന്ന് ഇരിക്കുകയാണ്. ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും പൂർത്തിയായതിനു ശേഷം കുംഭഭരണിയാണ് ചെറ്റുളങ്ങര ദേവീക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട ഉത്സവം. അതിനുശേഷം മീനമാസത്തിലെ അശ്വതി ദിവസം കുട്ടികളുടെ കെട്ടുകാഴ്ച അശ്വതി ഉത്സവമായിട്ട് നടത്തുകയും പിറ്റേ ദിവസം മീനഭരണി ഭഗവതി കൊടുങ്ങല്ലൂരേക്ക് വരുന്നതായിട്ടാണ് ഐതിഹ്യം. അവിടെ നിന്ന് മീനഭരണി കഴിഞ്ഞ് തിരികെ എത്തി കാർത്തിക ദർശനം എന്ന ഭഗവതി സർവാഭരണ വിഭൂഷിതയായിട്ട് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസം കാർത്തിക ദർശനം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് കൊടുങ്ങല്ലൂര് ഭഗവതിയുടെ ദാസന്മാർ എന്നുള്ള രീതിയിൽ 13 കരകളായിട്ടുള്ള ഇരേഴ് തെക്ക് ഇരേഴ് വടക്ക്, കൈത തെക്ക് കൈത വടക്ക്, കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക്, പേള കടവൂർ ആഞ്ഞിലിപ്ര, മറ്റം വടക്ക് മറ്റം തെക്ക്, മേനാമ്പള്ളി നടക്കാവ് എന്നീ 13 കരകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്ന് ഇന്നിവിടെ നടന്നതായിട്ടുള്ള ചടങ്ങുകൾ കാഴ്ച ദ്രവ്യങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. 1 വർഷത്തെ തെറ്റുകുറ്റങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പ്രായശ്ചിത്തം എന്നുള്ള രീതിയിലും ഭഗവതിക്ക് കാഴ്ച സമർപ്പണം എന്നുള്ള രീതിയിലും ഈ ചടങ്ങ് വളരെ മഹനീയമായിട്ടുള്ള ഒരു ഭക്തിവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ കരക്കാർ നടത്തുന്നത്. ചെറ്റുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ 13 കരകളുടെ ഏകീകൃത സംഘടനയായിട്ടുള്ള ശ്രീദേവിവിലാസം ഹിന്ദുമത കൺവെൻഷനാണ് അതിന് നേതൃത്വം നൽകുന്നത്. കൺവെൻഷൻ്റെ പ്രതിനിധികളും ഇതോടൊപ്പം കരക്കാരെ നയിച്ചുകൊണ്ട് എത്തുന്നുണ്ട്. ഭഗവതിയുടെ ഈ പുണ്യദിനത്തിൽ ഇന്നിവിടെ എത്തിച്ചേരാനും ഒക്കെ സാധിച്ചതും എല്ലാം അനുഗ്രഹമായിട്ട് കരുതുന്നു. നമസ്കാരം. ഇവർ തേടും പുണ്യമെങ്ങും പൊഴിഞ്ഞിടും പൊന്നോ കരയ്ക്കുന്ന